ഹായ് ഹലോ. ആദ്യമായിട്ടാണ് ഒരു റൈറ്റർ ഒരു പ്രോഗ്രാമിന് എന്നെ ക്ഷണിക്കുന്നത്. അത് ഗസ്റ്റായിട്ടൊന്നും അല്ല കേട്ടോ, ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ്. പ്രോഗ്രാം ഏതാണെന്ന് അറിയണ്ടേ? വാക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ 2K25. മണ്ണോട് മണ്ണായി ചേരും വരെ എന്ന പുസ്തകത്തിൻ്റെ ഓഥറും അതുപോലെ തന്നെ വാക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ ചെയർമാനുമായിട്ടുള്ള ദിബിനേട്ടനാണ് നമ്മളെ ക്ഷണിച്ചത്. പ്രോഗ്രാം നടക്കുന്നത് തൃശ്ശൂർ കേരള സാഹിത്യ അക്കാദമിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് ട്രെയിൻ കയറി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2 രൂപയുടെ ടോക്കൺ എടുത്ത് 40 രൂപ ഓട്ടോ ചാർജ് കൊടുത്തിട്ടാണ് അവിടെ എത്തിയത്. വാക്ക് ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ 1ാം വാർഷികവും അതുപോലെ തന്നെ അവരുടെ പുതിയ പുസ്തകമായ വാക്ക് എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഉദ്ഘാടനം നമുക്ക് കാണാൻ പറ്റിയില്ല. ഉദ്ഘാടനം നടത്തിയത് എഴുത്തുകാരനായിട്ടുള്ള കെ സച്ചിദാനന്ദൻ സാറാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ എത്തിപ്പെടുന്നത്. അതൊരു കൂട്ടം ആൾക്കാരെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഒരു കൂട്ടം എഴുത്തുകാരുടെ ഇടയിൽ. തട്ടിയാലും മുട്ടിയാലും എഴുത്തുകാർ മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ ദിബിനേട്ടനും അതുപോലെ തന്നെ ആഷിത ചേച്ചിയും ഒരുപാട് സപ്പോർട്ടായിരുന്നു, കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷം തോന്നി. എഴുത്തുകാർക്കിടയിലും എന്നോട് വന്ന് സംസാരിച്ച അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റിയ ഒരുപാട് നല്ല എഴുത്തുകാരെ ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. അവരിൽ ചിലർ ഇവരൊക്കെയാണ്. ആദ്യം തന്നെ പറയാനുള്ളത് എന്നെ അവിടെ എത്തിച്ച പുസ്തകങ്ങളാണ്. സ്മൃതിയിലൊരു കയ്യൊപ്പ്, മണ്ണോട് മണ്ണായി ചേരും വരെ, ദിബിനേട്ടനായിരുന്നു അതിൻ്റെ ഓഥർ. അതുപോലെ തന്നെ പ്രേമപൂർവ്വം മാധവന് എന്ന പുസ്തകത്തിൻ്റെ ഓഥറായ ആഷിത ചേച്ചി. ഇവർ കാരണമാണ് ഞാൻ അവിടെ എത്തിപ്പെട്ടത്. പിന്നെ അവിടെ പോയി പരിചയപ്പെട്ട, എടുത്തു പറയേണ്ട, എൻ്റെ ലൈഫിൽ ഒരു സ്ഥാനം കൊടുത്ത് ഞാൻ നിർത്തിയിട്ടുള്ള ഒരാളാണ് സിൽന ചേച്ചി. മനോഹരമായ നീ എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഓഥറാണ്. ആകാശക്കോട്ടയിലെ മുത്തശ്ശി എന്ന പുസ്തകത്തിൻ്റെ ഓഥറായിട്ടുള്ള അനഘ ചേച്ചി, അഴകിയ ഇതളുകൾ എന്ന കവിതാ സമാഹാരത്തിലെ അശ്വതി ചേച്ചി, അതുപോലെ തന്നെ ഒരു കോഫി ഡേറ്റ് എന്ന പുസ്തകത്തിൻ്റെ ഓഥറായിട്ടുള്ള അപർണ, നിളയിൽ നിലാവ് പെയ്യുമ്പോൾ എന്ന പുസ്തകത്തിൻ്റെ ഓഥറായിട്ടുള്ള അലോഷി, ഞാൻ അനസ്തേഷ്യ ടെക്നീഷ്യൻ എന്ന പുസ്തകത്തിൻ്റെ ഓഥറായിട്ടുള്ള സാരംഗ്, ആരും കൊതിക്കുന്നൊരാൾ എന്ന പുസ്തകത്തിൻ്റെ ഓഥറായിട്ടുള്ള ഫർഷാദ് ഏട്ടൻ, അതുപോലെ തന്നെ ഞാൻ എൻ്റെ കഥ പാട്ടായിട്ടുള്ള കടലോളം കഥ പറയാം എന്ന പുസ്തകത്തിൻ്റെ കവർ ഇല്യൂഷൻ ചെയ്ത അനേ കൃഷ്ണ. ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടാൻ സാധിച്ചു. ഈ മൊമെൻ്റ് നമ്മൾ ഹാപ്പിയാണോ? അതാണ് ഏറ്റവും വലിയ കാര്യം. നാളെ ഹാപ്പിയാണോ അല്ലേ എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ 2025 എൻഡിൽ ഇതുപോലൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ എനിക്കതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതും ഒരുപാട് മനുഷ്യരെ കണ്ടതും എല്ലാം എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. സോ താങ്ക് യു.